കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം. വിനോദ ഗ്രാമം ഫെസ്റ്റ് 2K25 26 മുതൽ 31 വരെ. ജലസേചന വകുപ്പിന്റെ ഡാം ടൂറിസം പദ്ധതി പ്രകാരം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FSIT എന്ന സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ഉദ്യാനത്തിലെ ആഘോഷ പരിപാടികൾ. പുതിയ അട്രാക്ഷൻസ് വരുമ്പോൾ അതിൻ്റെതായ നിരക്കുകൾ അതിന് സെപ്പറേറ്റ് ഫീസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടൈം പിടിക്കും. എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത്രയും വലിയൊരു മുതൽ മുടക്ക് നടത്തുന്നു. നമ്മുടെ കാലാവസ്ഥ പല സമയത്തും നമുക്ക് പ്രതികൂലമായിട്ടാണ് വരാറ്. അപ്പോൾ ഞങ്ങൾ ഇത് മാക്സിമം ഇതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് മണി ബേസിനേക്കാളും കൂടുതൽ നല്ലൊരു ടൂറിസം സെക്ടറിൽ ഇവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, ഈ സ്ഥലത്തിൻ്റെ എക്കണോമി, അതായത് നമ്മുടെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ വളർത്തുക എന്നുള്ളത് കൂടിയാണ്. 26 വൈകിട്ട് 5:30 നാടൻപാട്ട്, 27 ഗാനമേള, 28 DJ, 29 കലാപരിപാടികൾ, 30 ഫയർ ഡാൻസ്, 31 മെഗാ ഷോ, കോമഡി ഷോ എന്നിവയുണ്ടാകും. ഉദ്യാനം സന്ദർശിക്കാനെത്തുന്നവർക്ക് പരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാം. സഞ്ചാരികളെ ആകർഷിക്കാൻ ഉദ്യാനത്തിൽ മ്യൂസിക്, വാട്ടർ ഫൗണ്ടൻ, കുട്ടികൾക്കായി വിവിധ കളിയുപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം വർണ്ണാഭമായി നടത്തുമെന്ന് K. ശാന്തകുമാരി MLA പറഞ്ഞു. ഇത്തവണ പഞ്ചായത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എക്കാലത്തും പഞ്ചായത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കമ്മിറ്റിയിൽ ഉണ്ടെന്നുള്ളതാണ്. അത് ഏത് കമ്മിറ്റി? നിലവിലുണ്ടായത് ഉദ്യാന കമ്മിറ്റി, സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് ഇനി പ്രസക്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുഴുവനായിട്ടും FSITയുടെ കമ്പനിക്കാരുടെ അവരുടെ അനുസരിച്ചായിരിക്കുന്നത്. അവർ എല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിച്ചത്. നമ്മൾ ആരും ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ തവണ കുടുംബശ്രീക്കാർക്ക് ഒരു അവസരം കൊടുത്തിരുന്നു. അവർ ഇത്തവണയും ബില്ലിംഗ് ആണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്, വേറെ വിഷയങ്ങളൊന്നും. പക്ഷേ വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണവും മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ അവർ കുറച്ചുകൂടി നല്ല ഐറ്റംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചാലും തെറ്റൊന്നുമില്ല. നമ്മളിവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനം, പഞ്ചായത്ത്, അവരാരെ ഒഴിവാക്കിയിട്ട് തീരുമാനിക്കാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ. കമ്പനി MD K. അബ്ദുൾ റഹ്മാൻ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K. രാമചന്ദ്രൻ, കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ രാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.